എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും 25-ാം തീയതി മുതൽ സെപ്റ്റംബർ 25-ാം തീയതി മുതൽ നമ്മുടെ സെപ്റ്റംബർ മാസ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾക്ക് തന്നെ നമുക്കറിയാം, ഈ 25 വിതരണം നമുക്ക് ആരംഭിച്ചാൽ പോലും നമുക്ക് അതേ ദിവസം ലഭിക്കാത്ത ആൾക്കാരാണ് നിരവധി ആൾക്കാർ. അപ്പോൾ ഇന്നലെ നാല് മണി മുതലൊക്കെ കുറച്ച് പേർക്ക് ലഭിച്ചു എന്നുള്ള കമന്റിൽ കണ്ടിരുന്നു. അത് സത്യമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കും നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 26, 27 ആവും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് തന്നെയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തുന്നതാണ്. അല്ലെങ്കിൽ നാളെ നമുക്ക് ബാങ്ക് അവധിയാണ്. 27-ാം തീയതി എന്നുള്ളത് ബാങ്ക് അവധിയാണ്. ഒരുപക്ഷെ DBT ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ബാങ്ക് അതിൻ്റെ റിക്വസ്റ്റുകളെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ വിതരണം എല്ലാവരുടെ ബാങ്കുകളിലേക്ക് എത്തിയെന്ന് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്ക് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരുപക്ഷെ ഇന്ന് തന്നെ എല്ലാവർക്കും വിതരണം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നൊരു ദിവസം ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെ വിതരണം ഉണ്ട് അല്ലെങ്കിൽ തുക വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു കമന്റുകൾ കണ്ടിരുന്നു. എന്നാൽ എന്നെ അറിയിക്കുന്ന ആൾക്കാരൊന്നും തന്നെയും ഇതുവരെയും വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും അവർക്കൊന്നും എത്തിയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുക. കാരണം ഈ സെപ്റ്റംബർ മാസം ക്ഷേമ പെൻഷൻ വിതരണം നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെയും ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെയും പഞ്ചായത്ത് പരമായിട്ടോ അല്ലെങ്കിൽ മസ്റ്ററിങ് അക്ഷയയിലൊക്കെ ചെന്ന് തന്നെയും മസ്റ്ററിങ് ഇനി ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. അതിനിടയ്ക്ക് ആരോ കമന്റുകൾ ചോദിക്കുന്നത് കേട്ടു, വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ അത് സർക്കാർ അത് നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ DBT ട്രാൻസാക്ഷൻ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് PFMS വഴിയാണ് നമുക്ക് ഒരു കേന്ദ്രവിഹിതം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു PFMSന്റെ അപ്ഡേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 ദിവസമായി PFMS ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊരു സാഹചര്യ പ്രശ്നങ്ങളല്ല, അവരുടെ അപ്ഡേഷൻ പ്രോബ്ലം കൊണ്ടാണ് ഇപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ കേന്ദ്രവിഹിതം താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കേന്ദ്രവിഹിതം നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്ത ആഴ്ചയൊക്കെ തന്നെ എത്തിക്കോളും. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, അതിനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും വരുന്നില്ല. നമ്മുടെ PFMSൽ ഒരു അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രവിഹിതങ്ങളൊക്കെ ഡിലേ ആവുന്നത്. അപ്പോൾ ആ ഒരു കേന്ദ്രവിഹിതം നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. PFMSൽ ഒരു അപ്ഡേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ഇന്ന് എത്താനുള്ളവർക്കൊക്കെ ബാങ്കുകളിലും കൈകളിലും വരുന്നതാണ്. നാളെ ബാങ്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയൊക്കെ മാത്രം ബാക്കിയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഇന്ന് വന്നാൽ തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ നിന്നാൽ മതി. അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.